പണിക്കർ സാർ വണക്കം. വണക്കം. CPM എന്നുപോലെ പണിക്കർ സാറിന് ഇത്ര പേടിയായി തുടങ്ങി? പേടിയൊന്നുമില്ല, ഒരു വലിയ സ്നേഹമാണ്. ഭയങ്കര സ്നേഹം കൂടുന്ന സമയത്ത് നമ്മൾ ബഹിഷ്കരിക്കുക, അങ്ങനെ ചെയ്യും. നേരത്തെ നമ്മൾ ഈ മാധ്യമപ്രവർത്തകരെ പറ്റി പറഞ്ഞതുപോലെയാണ്. അതായത് എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ ഒരു CPM പ്രതിനിധി അറിഞ്ഞുകൊണ്ട് ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത അവസാനത്തെ ചർച്ച, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ വരുന്നതിന് തൊട്ട് മുമ്പാണ്. അതായത് ഇലക്ഷൻ കൗണ്ടിങ്ങിൻ്റെ തൊട്ട് മുമ്പത്തെ ഒരു ചർച്ച, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മനോരമ ന്യൂസിലോ മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഞാനുണ്ടെന്ന് അറിയാതെ വന്ന് ചാടിയ ഒന്ന് രണ്ട് ആൾക്കാരുണ്ടായിരുന്നു. അവരത് ചർച്ചയിൽ പറയുകയും ചെയ്യും, ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന നമുക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബഹിഷ്കരണം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. പിന്നീട് ആ ബഹിഷ്കരിക്കുന്നത് ഈ ചാനലുകൾ ഇവരെ വിളിച്ചിട്ട് പറയുമല്ലോ, വൈകുന്നേരം ചർച്ചയുണ്ട്, ഇന്നതാണ് വിഷയം. അപ്പോൾ ഇവർ ചോദിക്കും ആരൊക്കെയാണ് ഒപ്പം പങ്കെടുക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് പറയുന്ന സമയത്ത് ഇവർ പറയാറുണ്ട്, ഞാൻ, നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവരൊക്കെ വരുന്ന സമയത്ത് പറയാറുണ്ട് അവരുണ്ടെങ്കിൽ ഞങ്ങളില്ല എന്ന് പറയാറുണ്ട്. അതിനെ മറികടന്നുകൊണ്ട് ഈ വിലക്കുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഞാൻ അങ്ങനെ വ്യക്തികളെ ബഹിഷ്കരിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത ഒരേ ഒരു CPM നേതാവ് മാത്രമേ ഉള്ളത്, ശ്രീ ആനത്തലവട്ടം ആനന്ദനാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. പക്ഷേ എനിക്ക് അങ്ങേയറ്റത്തെ ബഹുമാനം ഉണ്ടായിരുന്ന, അന്നത്തെ ഇങ്ങനെ ഒരു നിലപാട് അദ്ദേഹം എടുത്തു എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനം വർദ്ധിച്ച ഒരു നേതാവാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ പലരും അദ്ദേഹത്തിൻ്റെ മീശയുടെ പ്രത്യേകത കൊണ്ടും മറ്റുമൊക്കെ അദ്ദേഹത്തിനെ ട്രോൾ ചെയ്യാറുണ്ട്, പേരിൻ്റെ സ്ഥലത്തിൻ്റെ സവിശേഷത ഒക്കെ കൊണ്ട്. പക്ഷേ സംഘപരിവാർ വളരെ കോൺഗ്രസ്സുകാർ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇത്രത്തോളം വിവരങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം, പാർട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം എന്നൊക്കെ ഉള്ള ഒരു താല്പര്യം അവസാന കാലഘട്ടം വരെയും കൊണ്ടു നടന്ന, അത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ക്യാരക്ടറാണ്. അത് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കൊച്ചു ഡയറി ഉണ്ട്. അദ്ദേഹം ചർച്ചയിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയെടുക്കും. അദ്ദേഹത്തിന് സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹം ചർച്ച കഴിയുന്ന സമയത്ത്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കൈരളിയിൽ പണ്ടൊരു ചർച്ചയിൽ അദ്ദേഹത്തിനോടൊപ്പം ഇരുന്നു, ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അത് അങ്ങനെ ഒരു, അതായത് ഞാൻ പറഞ്ഞത് 2 ആർട്ടിക്കിളുകളിൽ അമെൻമെന്റ് വന്നിരിക്കുന്നതിനെ പറ്റിയാണ്. ആ അമെൻമെന്റ് വന്നു എന്നതിനെ പറ്റി അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് അങ്ങനെ വരുമെന്ന ചർച്ചകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞല്ല, അമെൻമെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ചർച്ച കഴിഞ്ഞ ഉടനെ തന്നെ ഈ ബുക്കുമായിട്ട് വന്ന് അത് ഏതൊക്കെ അമെൻമെന്റ് ആയി അത് എഴുതിയെടുത്തിട്ട് കൊണ്ടുപോയി. അപ്പൊ അത് 80+ പ്രായമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ അത് ചെയ്യുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സിമ്പിളായിട്ട് അതിനെയൊക്കെ കളഞ്ഞിട്ട് പോകാം. പക്ഷേ മറ്റുള്ള ആൾക്കാർ, CPM-കാരെന്നല്ല, എല്ലാ പാർട്ടിക്കാർക്കും മാതൃകയാക്കാവുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ അദ്ദേഹം ട്രോൾ ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയിരുന്നില്ല അദ്ദേഹം. നല്ല ഇന്റലക്ട് ഉള്ള, നല്ല ആർട്ടിക്കുലേഷൻ സ്കില്ലുള്ള, അപ്ഡേറ്റഡ് ആയിരിക്കണമെന്ന് താല്പര്യമുള്ള, പാർട്ടിയെ എങ്ങനെയും ഡിഫെൻഡ് ചെയ്യണമെന്നുള്ള ആ രീതിയിലുള്ള ഒരു ചിന്തയുള്ള നല്ല നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അങ്ങനെ ട്രോൾ ചെയ്യപ്പെടേണ്ടുന്ന ഒരു മെറ്റീരിയൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതല്ലായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു സംഭവം ഈ CPM ബഹിഷ്കരിച്ചപ്പോൾ എന്ത് തോന്നി? എന്നെപ്പോലെ ഒരു മനുഷ്യനെ എന്തിനാ ബഹിഷ്കരിക്കും? അത് തോന്നിയിരുന്നു. കാരണം നമ്മൾ രാഷ്ട്രീയക്കാരനല്ലല്ലോ. ഞാൻ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. അഡ്വക്കേറ്റ് ജയശങ്കറെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. വളരെ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ജോസഫ് സി മാത്യുവിനെ പോലുള്ള ആൾക്കാരുണ്ട്. ജയശങ്കർ വക്കീലിനെയും അവർ ബഹിഷ്കരിച്ചു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ഒരാളിനെ എന്തിനാണ് ബഹിഷ്കരിക്കുന്നത് എന്നുള്ള ഒരു സംഭവം തോന്നിയിട്ടുണ്ട്. പിന്നെ ജനാധിപത്യത്തിൽ ബോയ്ക്കോട്ട്, വോക്കൗട്ട് എന്നൊക്കെ പറയുന്ന സാധനം ജനാധിപത്യത്തിന്റെ ഭാഗമാണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളൊരാളിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു പ്രവണതയല്ല. നമ്മൾ പറയുന്നത്, ഞാൻ അവരെ ഈ പറഞ്ഞതുപോലെ മോശം വാക്കുകൾ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ ചർച്ചയിൽ പങ്കെടുക്കുക. അങ്ങനെയാണെങ്കിലും ഓക്കെ, ഇയാൾ മോശം വാക്ക് മാത്രമേ പറയത്തുള്ളൂ. പക്ഷേ ഈ മോശം വാക്ക് പറയുന്നതിനെക്കാട്ടിലും നിങ്ങളുടെ ട്രോള് സഹിക്കാൻ പറ്റില്ല. അല്ല, ട്രോള് പോട്ടെ, ഞാൻ പറയാൻ അല്ല, ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോൾ ഇപ്പോ മുഹമ്മദ് റിയാസിന്റെ ഇരുത്തി ഒരു ചർച്ച ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഭാഷ നിങ്ങളുടെ പിതാവിന്റെ കയ്യിലോ ഭാര്യാപിതാവിന്റെ കയ്യിലോ ഉള്ള കാര്യമല്ലേ? ഇപ്പൊ നമ്മൾ മാരീഡ് ആണ് എങ്കിൽ, അല്ല, പുള്ളി അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു, അത് ഞാൻ കേട്ടു, വിഷനായ്ക്കൾ കൊരയ്ക്കും എന്ന് പറഞ്ഞു. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതേ നാണയത്തെ തിരിച്ചടിച്ചു. തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞത് നല്ല കാര്യം. അത് ഇപ്പോഴും കിടന്നു ഓടുന്ന ഒരു സംഭവം. കഴിഞ്ഞ ദിവസം ജനാധിപത്യത്തിന്റെ ദിവസം വരുമ്പോൾ ഞാൻ ഷംസീറൊക്കെ ഓർക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ട്രോൾ ഇട്ടിരുന്നല്ലോ. ഇതിപ്പതാ ഇതെങ്ങനെ സാധിക്കുന്നത്? അല്ല, ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് പോകാൻ ഒക്കില്ല, ഒന്നാമത്തെ കാര്യം. കാരണം ഇവരെന്ത് ചോദിക്കും എന്നുള്ളത് അറിയില്ല. ഇപ്പൊ ഞാൻ ഷംസീറുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ടോ അദ്ദേഹം താൻ എവിടുത്തെ നിരീക്ഷകനാടോ എന്ന് ചോദിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ എനിക്ക് അതിനു വേണ്ടിയിട്ട് ഒരു റെഡിമെയ്ഡ് മറുപടി തയ്യാറാക്കി കൊണ്ടുപോകാൻ പറ്റില്ല. തന്നെയല്ല, അന്ന് ഷംസീർ ആയിരുന്നപ്പോൾ അദ്ദേഹവുമായി വേണമെങ്കിൽ ബന്ധപ്പെടുത്താവുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ മറുപടി പറയുന്നത്.
ഇത് ഞാൻ എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കും ഇന്ന് റിയാസാണ്, അപ്പൊ റിയാസിനെതിരെയുള്ള എന്നൊന്നും പറഞ്ഞു പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ ചർച്ചയ്ക്ക് പോകുന്ന സമയത്ത് ഒരിക്കലും അപ്പുറത്ത് പാനലിസ്റ്റുകൾ ആരാണ് എന്ന് ഞാൻ ചോദിക്കാറില്ല. പ്രിപ്പയർ ചെയ്യൂ, അങ്ങനെയില്ല. തീരെ പ്രിപ്പയർ എന്റെ അടുത്ത് വിളിച്ചിട്ട് ഏതൊരു ചാനൽ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ പറയട്ടെ, എന്നെ വിളിച്ചിട്ട് ആൾക്കാർ പറയാണ് പണിക്കരെ ഇന്ന് വൈകിട്ട് ഇന്ന സമയമുണ്ടോ നിങ്ങൾക്ക്, ഇന്നതാണ്. ഡാറ്റാസ് എങ്ങനെ കളക്ട് ചെയ്യുന്നത്, അതിനെങ്കിലും ഒരു സമയം വേണ്ടേ? അല്ല, അത് നമ്മളുടെ ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞത് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു പണിയാണ്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് സ്ട്രെസ്സോ സ്ട്രെയിനോ ഇതിന് വേണ്ടി ഒരു സമയം കണ്ടെത്തിയിരിക്കണം അങ്ങനെയൊന്നുമില്ല. എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു പണിയാണ്. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത് ആ വിഷയമല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന പാനലിസ്റ്റ് ആരാണെന്ന് ഞാൻ ചോദിക്കാറില്ല, ഇന്നേ വരെ ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം അത് നമ്മൾ അറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പുറത്ത് വന്നിരിക്കുന്ന ആള് ഷംസീർ ആണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും എന്റെ അഭിപ്രായം മാറുന്നില്ലല്ലോ, ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്പുറത്തിരിക്കുന്ന ആൾ ആരാണെന്നുള്ളത് എന്റെ വിഷയമല്ല. പിന്നെ ഇപ്പോ ചില ചാനലുകളിലൊക്കെ അതിനു മുമ്പ് ഒരു പ്രൊമോ കാർഡൊക്കെ ഇറക്കും. അപ്പൊ അതവർ അയച്ചു തരുന്ന സമയത്ത് നമുക്കറിയാം ഇന്ന ആൾക്കാരാണ് പാനലിസ്റ്റ്. പക്ഷേ ഏഷ്യാനെറ്റിലൊന്നും ഇപ്പോഴും അതില്ല. അപ്പൊ ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ ഇരിക്കുന്ന സമയത്താണ് എപ്പോഴും ഞാൻ അറിയുന്നത് ഇന്ന ആൾക്കാരാണ് പാനലിസ്റ്റ് എന്ന് അറിയുന്നത്. ടു ബി ഫ്രാങ്ക്, ഷംസീറൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഷംസീറൊക്കെയല്ല, CPM-കാരെ മൊത്തത്തിൽ മിസ് ചെയ്യുന്നുണ്ട്. കാരണം 3 വർഷമായി 3 വർഷമായി ഒരാൾ വന്ന് മുന്നിൽ ഇരുന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് അവർക്ക് പേടിയാണെന്ന് പറഞ്ഞതിന് എനിക്ക് മടിയൊന്നുമില്ല. പേടിയല്ലെങ്കിൽ നിങ്ങൾ എന്താ വരാതെ? അതാണ് പ്രശ്നം. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ചോദിക്കുന്നു, ഞാൻ നിങ്ങളുടെ ഒപ്പം ചർച്ചയ്ക്ക് അയക്കാനായിട്ട് ഞാൻ റെഡിയാണ്. നിങ്ങൾ തയ്യാറല്ല. നിങ്ങൾ എന്തിനാ അഭിപ്രായത്തിനെ ഭയക്കുന്നത്? ഇവർക്കൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ഇവരുടെ ഒരു ടൈപ്പ് ഓഫ് ഡീലിംഗ് എന്ന് പറയുന്നത്, ഒരാൾ അവർക്കെതിരെ ശക്തമായിട്ട് രംഗത്ത് വരുന്നു, അയാൾക്കെതിരെ ഒരു ന്യൂനതയും പറയാനില്ല, അയാൾ അതിഭീകരനാണ് എന്നിവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ ക്രെഡിബിലിറ്റി എങ്ങനെയെങ്കിലും നശിപ്പിക്കുക. അതാണ് ഇവരുടെ ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, ക്രെഡിബിലിറ്റി എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇയാളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഇയാളൊരു മോശക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു പരത്താനായിട്ട് ശ്രമിക്കുക. അതാണ് ഇവരുടെ രണ്ടാമത്തെ പ്രശ്നം. പക്ഷെ എൻ്റെ അണ്ണ, നിങ്ങൾക്ക് ഇത് രണ്ടും അതിജീവിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ മൂന്നാമത് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഇവര് നിങ്ങളെ ബഹിഷ്കരിച്ചു പോയത്. അല്ല, അവർക്ക് ഒരുപക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഹണി ട്രാപ്പിലൊക്കെ പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഹണി ട്രാപ്പിലൊക്കെ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ഒരിക്കൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ശരി, നിങ്ങൾ വന്നിട്ട് ഇങ്ങനത്തെ പരിപാടികൾ മെസ്സേജിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട്, ദയവ് ചെയ്ത് ഞാൻ അതിലൊന്നും കൊത്തത്തില്ല, ദയവ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് മെനക്കെടണ്ട എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ ആൾക്കാർ ശ്രമിക്കാറ്. അതൊരു വലിയ ഓപ്പറേഷൻ ആയിരുന്നു, പക്ഷെ അതും ചീറ്റിപ്പോയി. ആ ഓപ്പറേഷൻ ഒന്നും അത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള പരിപാടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, ഭീഷണിയൊക്കെ ഉണ്ടായി ഇഷ്ടം പോലെ. പിന്നെ അതൊരു 2-3 വർഷം മുമ്പൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ മണ്ടന്മാരൊക്കെ എന്ന് വെച്ചാൽ സ്വന്തം ഫോണിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് പറയുക, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത. അപ്പൊ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്സാപ്പില് അതിൽ നിന്ന് തന്നെ മെസ്സേജ് അയക്കുക. അപ്പൊ ഇതെല്ലാം ഒരു റെക്കോർഡല്ലേ. അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഇന്റിമിഡേറ്ററി പരിപാടിയാണ്. അതായത് പേടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവനങ്ങ് പേടിച്ചിട്ട് അങ്ങ് നിർത്തിയാൽ പോട്ടെ എന്ന് വിചാരിച്ചു. ഇന്നൊന്നും ഒരു സംഘടിത പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമൊന്നുമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ഈ പാർട്ടിയേക്കാൾ, അത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി ഉള്ള ചില ആൾക്കാരുണ്ടല്ലോ, അവരാണ്. അതല്ലെങ്കിൽ പിന്നെ പാർട്ടി പറയുമോ ആരോടെങ്കിലും നിന്റെ നമ്പർ ഇന്ന് അയക്കടേ എന്ന് പറയുമോ? ചെയ്യത്തില്ല. അപ്പൊ ഇത് പാർട്ടി പറയുന്നതല്ല, പക്ഷെ ഈ ആൾക്കാരുടെ സ്വന്തം താല്പര്യത്തിന്റെ പുറത്ത് ഇവർ ചെയ്യുന്ന കാര്യമാണ്. ഇതിന്റെ വായിൽ കൊടികുത്തും ഇവരുടെ അടിമക്കമ്മികൾ. അതെനിക്കറിയില്ല, ഇങ്ങനത്തെ ഇവരുടെ ഒരു രീതി ഉണ്ട് പോലും. നമ്മൾ ഈ പറയുന്ന പോലെ ഈ സൂര്യന് നേരെ സൂര്യനോട് മുഖം തിരിച്ചു നിന്നിരിക്കുന്ന പൂക്കൾക്കെന്നും ചുവപ്പ് നിറമായിരുന്നു കാൽപ്പനിക സാധനമുണ്ടല്ലോ. അപ്പൊ ഇതേപോലെയുള്ള ഒരു പ്രയോഗമാണത്. അല്ലാതെ കൊടി കുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല. കൊടി കുത്താനായിരുന്നെങ്കിൽ അവന്റെ നമ്പർ തന്നിട്ടാണ് പോകുന്നത്. മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് പോകുന്നത് പേടി തൊണ്ടന്മാരാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന ആൾക്കാര് ഇതിന് ചെയ്യത്തില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഇത് പാർട്ടിയുടെ സംഘടിത സംവിധാനമൊന്നുമല്ല. നേരെ മറിച്ച് ചില ആൾക്കാർ ഈ പറഞ്ഞതുപോലെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ചെയ്തതാണ്. പക്ഷെ ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ വന്ന് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷെ അത് ഒരു ഡാമേജ് ഉണ്ടാക്കി എനിക്ക് തോന്നുന്നൊരു വിഷയമല്ല. കുറച്ചൊരു ഡാമേജ് എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക, നിരന്തരമായി ചെയ്യുക. അപ്പൊ ഇയാളെ ഒന്ന് പേടിച്ച് നമുക്ക് വീടും കുടുംബം ഒക്കെ എന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങ് മിണ്ടാതിരിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രതീക്ഷ. നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്ന പരിപാടി അതേപടി പിന്തുടർന്ന് പോകുന്നു. നിങ്ങൾക്ക് എത്ര ദിവസം ഈ കൊടികുത്തെന്ന് പറയാൻ പറ്റും? ഇന്ന് നാളെ മറ്റന്നാളെ നിങ്ങൾക്ക് തന്നെ മടുപ്പ് തോന്നും. അപ്പൊ അതങ്ങ് നിൽക്കും. പിന്നെ ആ സാധനമൊന്നുമില്ല. ഇപ്പോ
സ്വസ്ഥം. കഴിഞ്ഞ ഒരു 3 കൊല്ലമായിട്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ എന്ന് വെച്ച് ഞാൻ CPM-നെ വിമർശിക്കാതിരിക്കുന്നുണ്ടോ, ഞാൻ വിമർശിക്കുന്ന ചർച്ചകൾ ഇവർ കാണാതിരിക്കുന്നുണ്ടോ, അതൊന്നുമില്ല. പക്ഷെ അവരാരും അങ്ങനെ ബോധർ ചെയ്യാറ്. അവർ കാണുന്നുണ്ട്. ശ്രീജിത്ത് പണിക്കരെ നിരന്തരം അവർ ട്രോളുന്നുണ്ട്. മുട്ടയിലൊക്കെ കൂടോത്രമൊക്കെ ചെയ്യുന്നുണ്ട്. മുട്ട കൂടോത്രം ചെയ്യുന്നുണ്ട്, ഒരുപാട് ട്രോളുന്നുമുണ്ട്. നേരത്തെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച ചോദ്യം CPM-ൽ ഇഷ്ടപ്പെട്ട നേതാവ് ആരാണ്? ആനത്തലോട്ട് ആനന്ദൻ ഒരു വലിയ നല്ല മനുഷ്യനാണ്, ഒരു ടവറിങ് പേഴ്സണാലിറ്റിയാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ ഈ CPM കാര്യമുണ്ടല്ലോ, ഇവർ നിരന്തരം പറയുന്ന കാര്യമാണ് പണിക്കർ ഒരു സംഘിയാണ്, സംഘപരിവാരകാരനാണ്. ഏതെങ്കിലും CPM-കാരൻ ശ്രീജിത്ത് പണിക്കരോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ സംഘിയൊന്നും അല്ലെന്ന് നമുക്കറിയാം, നമ്മളിങ്ങനെ പറയും? പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞു. പക്ഷേ വ്യക്തിപരമായുള്ള കോൺവെർസേഷൻ ആയതുകൊണ്ട് പേര് പറയാൻ പറ്റില്ല. പക്ഷേ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഡയലോഗ് ഞാൻ പറയാം. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 ആൾക്കാരെ കൊണ്ട്, നിങ്ങളുടെ നാട്ടുകാരായിട്ടുള്ള 2 ആൾക്കാരെ കൊണ്ട് നിങ്ങളെ പറ്റി ഞാൻ അന്വേഷിച്ചു. നിങ്ങളുടെ കലാലയ രാഷ്ട്രീയം ഉണ്ടായിരുന്നോ, നിങ്ങളുടെ വീട്ടുകാരുടെ രാഷ്ട്രീയം എന്താണ്, എല്ലാ കാര്യവും അന്വേഷിച്ചു. നിങ്ങൾക്ക് ഇങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടായിട്ടില്ല എന്ന് ഈ 2 ആൾക്കാരും എന്നോട് പറഞ്ഞു. ഈ 2 പേർക്കും എനിക്ക് എന്നെ പോലെ തന്നെ വിശ്വാസമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടൊക്കെ പറയുന്നത് നിങ്ങൾ മനസ്സിൽ വെക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു ഇടതുപക്ഷ നേതാവുണ്ട്. ഇന്നും വളരെ ആക്റ്റീവായിട്ടുള്ള. ഒരു ക്ലൂ കൂടെ കൊടുത്താൽ ചിലപ്പോൾ അവരെ പ്രേക്ഷകർ കൂടുതൽ ക്ലൂ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലായി പോകും. പക്ഷെ എനിക്കത് അദ്ദേഹം എന്നോട് അത് പറയുമ്പോൾ, നേരിട്ടത് പറയുന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തിനോട് റെസ്പെക്ട് തോന്നി. കാരണം ഇത് മനസ്സിൽ വെക്കാം, മനസ്സിൽ വെച്ചിട്ട് പറയാതിരിക്കാം. പക്ഷെ അത് പറയാൻ തോന്നിയത് നല്ലൊരു കാര്യമാണ്. അതിന് റെസ്പെക്ട് ഉണ്ട്. റിയാസ് തെളിയിച്ചായിരുന്നോ പണിക്കർ സംഘപരിവാരകാരനാണെന്ന്? ഈ SDPA-കാരനാണെന്ന് ഞാനും തെളിയിക്കാമെന്നൊരു ചർച്ച പറയുന്നത്. അതെനിക്ക് എന്തെങ്കിലും തെളിയിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് തെളിയിക്കപ്പെടാതെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് എന്നുള്ളത് കൊണ്ടല്ല. നേരെ മറിച്ച് മറ്റേത് അദ്ദേഹം പ്രൂവ് ചെയ്തെങ്കിലല്ലേ പറ്റുള്ളൂ. അത് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സജീഷിന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറേയധികം ആൾക്കാർക്ക് പിന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന ഓഫറാണ്. 3 വർഷത്തിന് മുകളിലായിട്ടുള്ള, 3 അല്ല 4 ആയിട്ടാണ്, 4 വർഷമായിട്ട് നിലനിൽക്കുന്ന ഓഫറാണ്. പക്ഷെ അതാരും ഇതുവരെ തെളിയിച്ചില്ല. ഇത്രയും വലിയ പാർട്ടി സംവിധാനമുള്ള ഒരു പാർട്ടിക്ക് ഇത് തെളിയിച്ചുകൂടെ? ചുമ്മാ നിസ്സാര കാര്യമില്ല. ഞാൻ ഈ ശ്രീജിത്ത് പണിക്കർ ഒരു ചർച്ചയിലും പരാജയപ്പെട്ടിട്ടില്ല എന്നൊരു സംഭവം ഞാൻ പറയുമ്പോഴും, ഞാൻ ഇന്നലെ വെറുതെ ശ്രീജിത്ത് പണിക്കർ എന്ന് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി. സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബിൽ വരുന്നൊരു സാധനം ഇതാണ്. ഫസ്റ്റ് വരുന്നൊരു സാധനം ശ്രീജിത്ത് പണിക്കരുടെ വായടപ്പിച്ച് ജോൺ ബ്രിട്ടാസ്. അത് ആദ്യം അവർ തന്നെ കൊടുത്തിരുന്നത് ഇങ്ങനെ ഒരു സാധനമാണ് വരുന്നത്. അതെനിക്ക് സത്യം പറഞ്ഞാല് ജോൺ ബ്രിട്ടാസ് ശ്രീജിത്ത് പണിക്കരുടെ വായടപ്പിച്ച്. ജോൺ ബ്രിട്ടാസ് ഒരു നല്ല സൂത്രശാലിയായിട്ടുള്ള ഒരു കുറുക്കനാണ്. അതെ, വായടപ്പിച്ചായിരുന്നു. ആ ചർച്ച കണ്ടു നോക്കുക. ആ ചർച്ചയുടെ വീഡിയോ അവര് വെട്ടി സാധനം ലൈവ് പോയിടത്തുനിന്ന് ഞാനത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിത് അറിയാതല്ലോ, ഇതെന്റെ വീട്ടിൽ നിന്ന് ഞാൻ ചേർന്ന ചർച്ചയാണ്. ഈ ഡിജിറ്റൽ ഇന്ത്യ ഇവർക്ക് വലിയൊരു വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവരത്രയുമാണ്. എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ ഫേസ്ബുക്കിൽ ആ സാധനത്തിന് ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ സാധനം ഇങ്ങനെ പറഞ്ഞിട്ട് ഇട്ടിരിക്കുന്നത് എഡിറ്റഡ് ആണ്. നേരെ മറിച്ച് അതിന്റെ ഫുൾ സാധനം ഞാൻ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ ഫേസ്ബുക്കിലുണ്ട്. അവിടെ പോയി ആൾക്കാർക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും കിട്ടുന്ന വീഡിയോ ആണ്. അവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നും ആരുടെ വായാണ് അടപ്പിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം, എനിക്ക് എതിരെ ഉണ്ടായിരുന്ന ആരോപണം അദ്ദേഹം പിൻവലിച്ചോ ഇല്ലേ, ഞാൻ പറഞ്ഞു നിങ്ങളത് പിൻവലിച്ചത് അതിനുശേഷം നമുക്ക് ചർച്ച, അതിനുശേഷം ഞാൻ സംസാരിച്ച് തുടങ്ങാം എന്ന എന്റെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഞാൻ മാറിയില്ല. അവസാനം അദ്ദേഹം അത് ചെയ്തിട്ടാണ് ആ ചർച്ച തുടങ്ങുന്നത്. അദ്ദേഹം നൈസായിട്ടുള്ള പരിപാടിയൊക്കെ നോക്കിയെങ്കിലും ഞാനത് വിട്ടില്ല. അങ്ങനെ തന്നെയാണ് ആ സംഭവം വന്നത്. അത് അതിന്റെ വീഡിയോ എന്റെ ഈ CPM-ന്റെ ചാനൽ ചർച്ചയിൽ മുട്ടുമ്പോൾ ഇവനൊരു വലിയൊരു ജയന്റ് ഒരു പുലിയാണ് എന്ന് തോന്നുന്ന ഒരു പാനലിസ്റ്റ് ആരായിരുന്നു? CPM എനിക്ക് അങ്ങനെയില്ല. എനിക്ക് CPM-ന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ യോജിക്കാത്ത അഭിപ്രായമാണ് എങ്കിലും ചർച്ചയുടെ രീതി ഉണ്ടല്ലോ, അതായത് ഒരു പരസ്പര ബഹുമാനത്തോടു കൂടി സംസാരിക്കുക. ചില സമയത്ത് ചില ഫ്രണ്ട്ലി ബാൻഡറുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ അക്സെപ്റ്റബിൾ ആണ്. പിന്നെ അത് പറയുന്ന രീതി, അതിലുള്ള ഒരു മിതത്വം, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് MP രാജേഷാണ്. MP രാജേഷിനോടൊപ്പം എനിക്ക് ഒരു ഫേസ്ബുക്ക് യുദ്ധം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു ചർച്ചയ്ക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ, പേഴ്സണലായിട്ട് ഞാൻ പറയാം. MP രാജേഷിന് പോലും ഇതിലെ കൂടെ ആയിരിക്കും ചിലപ്പോൾ ഇത് അറിയാൻ പോകും. അല്ല, ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഒരു ചർച്ചയിൽ വരികയാണ്. നേരെ നമുക്ക് ഞാൻ ആരുടെ പേര് പറയുന്നില്ല, പക്ഷെ ചില ആൾക്കാരാണ് ഇപ്പൊ CPM-ന്റെ ആൾക്കാർ അപ്പുറത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്നത്, ഓ ചുമ്മാ മെനക്കെടുത്ത ഇതായിരിക്കും നമ്മുടെ ചിന്ത.
കാരണം ഇവർ സ്റ്റഫിൽ നിന്നിട്ട് പറയത്തില്ല, ആ പോയിന്റ് ഏതാണോ അതിൽ പറയില്ല, ഇവർക്ക് അതിന് പോയിന്റ് ഇല്ല, നമുക്കറിയാം. പക്ഷെ എം പി രാജേഷിനെ പോലെ ഒരാൾ വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരു വിഷയത്തിനെ പറയുക. അതിന് ചിലപ്പം നമ്മൾ പറയും, നമ്മൾ ചിലപ്പോൾ അദ്ദേഹം വളച്ചൊടിച്ചിട്ടാണ് പറയുന്നതെന്നൊക്കെ പറയും. പക്ഷെ സ്റ്റിൽ ഒരു പ്രസന്റബിൾ ആർഗ്യുമെന്റ് അദ്ദേഹം ഇവിടെ കൊണ്ടുവരും. നമുക്കതിനെ എതിർക്കാൻ എന്തെങ്കിലും ഉണ്ടാവും, ആ ഒരു സാധനം ഉണ്ടാവും. അല്ലാതെ ചുമ്മാ ഒന്നുമില്ലാതെ ഇയാള് വെണ്ണിലാ ചന്ദനക്കിണ്ണം എന്ന് പറഞ്ഞിട്ട് കവിത എഴുതുന്ന ആൾ എന്നൊന്നും പറഞ്ഞിട്ട് നമ്മളെ വന്നിട്ട് ഇയാൾ പാരഡി എഴുതുന്ന ആളാണ്, പാരഡി എഴുതാൻ ഇയാളാണ് വി.ഡി. രാജപ്പൻ എന്നൊക്കെ ഷംസീറിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊന്നും നമുക്ക് മറുപടി പറയാനില്ല. നേരെ മറിച്ച് ഷംസീർ നമ്മുടെ രാജേഷ് പറയുമ്പോൾ നമുക്ക് എതിർക്കാനുള്ള കുറച്ച് പോയിന്റുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ചർച്ചകളൊക്കെ, അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ചർച്ചകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. സ്വരാജുമായിട്ട് ചർച്ച നടത്തി, സ്വരാജിനോടൊപ്പം ഒരു ചർച്ച ഇല്ല. ആ ചർച്ച എടുത്ത് നോക്കൂ. ആ ചർച്ച നിങ്ങൾ നോക്കൂ, അത് മാതൃഭൂമിയിലുള്ള ചർച്ചയാണ്. വേണു ബാലകൃഷ്ണനാണെന്നാണ് എന്റെ ഓർമ്മ ചർച്ച. ആ ചർച്ചയുടെ ഫുൾ വീഡിയോയും എന്റെ ഫേസ്ബുക്കിലുണ്ട്. ഞാനത് അദ്ദേഹം പറഞ്ഞതും എന്റെ ആൻസറും എന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടിട്ടിരിക്കുന്ന വീഡിയോ ആണ്. അതിൽ ഇവർ ഈ പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരൊറ്റ സാധനം മാത്രമേ ഉള്ളൂ. അതായത് പ്രധാനമന്ത്രി ഇന്ന ക്വാളിറ്റി ഉള്ള ആളായിട്ടാണോ പ്രധാനമന്ത്രി ആയത് എന്ന രീതിയിലുള്ള ഒരു സംഭവം അദ്ദേഹം ചോദിച്ചതിനെ പറ്റിയാണ്. അത് പ്രചരിപ്പിക്കുന്ന ആൾക്കാർ അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെയാണ്. അതായത് ഞാൻ അതിനകത്ത് എവിടെയോ പറയുന്നുണ്ട്, ഡാം മാനേജ്മെന്റിൽ ഡിഗ്രി ഉണ്ടായിട്ടല്ലല്ലോ എം മണി നമ്മുടെ ഇവിടുത്തെ ഡാമിന്റെ ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള മന്ത്രിയാവുന്നത് എന്ന് വെച്ചാൽ ഞാൻ അവിടെ പറഞ്ഞു വന്ന പോയിന്റ് അത് വേണ്ട. നിങ്ങൾക്കൊരു സാധനത്തിന്റെ മന്ത്രിയാകണമെങ്കിൽ നിങ്ങൾ അതിൽ പുലിയായിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്നാണ് എന്റെ പോയിന്റ്. അപ്പോ നരേന്ദ്രമോദി ഇന്നതായിട്ടാണോ അതായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അഥവാ എന്റെ പോയിന്റ് ഡാം മാനേജ്മെന്റ് ഇല്ലാത്ത ഇങ്ങനെയാണോ ഇത് ഏൽപ്പിക്കുന്നത്, അത് ലജ്ജാവഹമല്ലേ എന്നായിരുന്നു ഞാൻ പറയുന്നതെങ്കിൽ പുള്ളി പറയുന്നത് സ്കോർ ചെയ്യുന്ന സാധനമാണ്. പക്ഷെ ഇവര് ഇത് വരുത്തി തീർക്കാനായിട്ട് ഈ ട്രോൾ ഉണ്ടാക്കുമ്പോൾ ഇവർ ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നും അതിനെ കൗണ്ടർ ചെയ്തിട്ട് ഇദ്ദേഹം ഇത് പറഞ്ഞു എന്നുമാണ്. നേരെ മറിച്ച് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഞാനും പുള്ളിയും പറയുന്ന ഒറ്റ പോയിന്റാണ്, പക്ഷെ അതിനെ വളച്ചൊടിച്ചിട്ടാണ് അവർ ആ സാധനം ചെയ്തിരിക്കുന്നത്. വരട്ടെ, ഇനി ചർച്ചയ്ക്ക് വന്നോട്ടെ. പക്ഷെ നല്ല ട്രോളായിരുന്നു. ആ ട്രോൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അത് ഇതൊന്നും അല്ലല്ലോ. നമ്മള് ട്രോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആളല്ല. ഞാനിപ്പോ ഏറ്റവും കൂടുതൽ ട്രോൾ ഉപയോഗിക്കുന്ന ആളാണ്. ട്രോൾ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഇത് വൺ സൈഡഡ് അല്ലല്ലോ. ഇപ്പൊ എന്നെ വെച്ചിട്ട് എത്ര ട്രോൾ ഉണ്ടായിരുന്നു. ഞാൻ ഒരു സമയത്ത് ഞാൻ തന്നെ കുറെ കെട്ട് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പൊ ഈ സ്വർണ്ണക്കടത്ത് ചർച്ചകളൊക്കെ വരുന്ന സമയത്ത് പച്ചക്കുതിരയിലെ ദിലീപിന്റെ അതൊന്നുമല്ല, അതിനേക്കാളിൽ ഗംഭീര സാധനം ഉണ്ടായിരുന്നു. ഞാൻ മറ്റേ കൊള്ളക്കാരനെ പോലെ ഈ ഒരു കണ്ണൊക്കെ ഇങ്ങനെ മറച്ച് സാധനമൊക്കെ വെച്ചിട്ട് ബാക്കിലൊക്കെ തോക്കും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് കള്ളക്കടത്ത് നിരീക്ഷിക്കുന്ന സാധനം. അപ്പൊ അങ്ങനത്തെ കുറെ സാധനം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഷെയർ ചെയ്യുക പോലും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ട്രോളൊക്കെ ആൾക്കാർ ചെയ്യട്ടെ, അല്ലാതെ എനിക്ക് അതിനൊന്നും യാതൊരു വിധത്തിലുള്ള എതിർപ്പുള്ള വിഷമം ഉണ്ടാകാറില്ല. വീട്ടുകാർ കാണുമ്പോഴും അവർക്കൊന്നും അവരും എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ഈ CPM-കാരോട് യോജിക്കുന്ന വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് മാവോയിസ്റ്റ് വേട്ട, ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ CPM-നെ എതിർത്ത ഒരു സംഭവമാണ്. അതിനോട് BJP-കാർ യോജിക്കുന്നുണ്ടല്ലോ. BJP-കാരെ യോജിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് CPM-കാരെ CPM-കാരുടെ വിഷയത്തിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് ഓക്കെ, മാവോയിസ്റ്റ് വേട്ട വേറെ ഏതാ വിഷയം? എനിക്ക് തോന്നുന്നു മറ്റേ പെട്രോൾ വില വർധന എന്ന് പറയുന്ന സാധനം തെറ്റാണ് എന്ന് പറയുന്നതിനകത്തിൽ ഞാൻ അവരോട് യോജിക്കുന്ന ആളാണ്. അതിൽ കേന്ദ്ര സർക്കാരിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇവിടെ പിണറായി വിജയൻ കൂട്ടുന്നുണ്ടല്ലോ. അല്ല, അവര് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു നിലപാടായിട്ട് കുറയ്ക്കുമ്പോൾ ഇവിടെ ഇവര് കുറയ്ക്കുന്നില്ല. ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. ഇവര് കാണിക്കുന്ന ഉടായ്പാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ആശയമായിട്ട് പറയുകയാണ്, ഇത് ഇങ്ങനെ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ കുറയ്ക്കണം എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ആ കാര്യത്തിൽ എനിക്ക് ഈ കേന്ദ്ര സർക്കാരിന്റെ നിലപാടോ അല്ലെങ്കിൽ ഓയിൽ കമ്പനികൾക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് റെഗുലേറ്റ് ചെയ്യാനുള്ള സംവിധാനം കൊടുക്കുന്നതിനോടൊന്നും എനിക്ക് പൂർണ്ണമായിട്ടുള്ള യോജിപ്പുള്ള ആളൊന്നുമല്ല. പിന്നെ ഇപ്പോ വേണമെങ്കിൽ പറയാവുന്ന ഒരു സാധനം വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നതിനകത്തിൽ എനിക്ക് BJP നിലപാടല്ല. അത് ഇപ്പോൾ ഒരു വലിയ, എനിക്ക് തൗസൻഡ്സ് ഓഫ് പേജസ് ഉള്ള ഒരു റിപ്പോർട്ടാണ് രാംനാഥ് കോവിന്ദന്റെ കമ്മിറ്റി കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ഫുൾ വായിച്ചിട്ടില്ല, വായിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, മനസ്സിലാക്കുന്നതേ ഉള്ളൂ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ അത് വായിച്ചതിന് ശേഷം എൻ്റെ ഒപ്പീനിയൻ മാറുമോ എന്നുള്ളതാണ്. കാരണം ആ വൺ നേഷൻ വൺ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറേയധികം എതിരഭിപ്രായമുണ്ട്. പ്രാക്ടിക്കലി അതിനകത്തിൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ചെലവിന്റെ കാര്യത്തിൽ വലിയ ലാഭമൊന്നും ഉണ്ടാകാതിരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതിനെ ഇവരെങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് നോക്കുന്നത്. അപ്പൊ അത് വരുന്നത് വരെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിനോട് യോജിപ്പില്ല. അതിൽ എനിക്ക് തോന്നുന്ന CPM-ന്റെ നിലപാട് വൺ നേഷൻ വൺ ഇലക്ഷൻ എതിരാണ്. അപ്പൊ ആ വിഷയങ്ങളിലൊക്കെ എനിക്ക് അവരോട് തന്നെ യോജിപ്പുണ്ട്. ഈ CPM-ന്റെ ഏറ്റവും വലിയ ഒരു വിഷമം ശ്രീജിത്ത് പണിക്കർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗത്വം ഇല്ല എന്നുള്ളതാണ്. ശരി. ഈ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്ത ശ്രീജിത്ത് പണിക്കർ
അത്ര വലിയ ജയന്റ് ആയിട്ട് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ശ്രീജിത് പണിക്കർ എന്തെങ്കിലും പറയുകയായിരുന്നെങ്കിൽ നിങ്ങളുടെ നരേന്ദ്രമോദി അങ്ങനെ ചെയ്തില്ലേ, നിങ്ങളുടെ രാഹുൽ ഗാന്ധി ഇങ്ങനെ ചെയ്യുന്നില്ലേ എന്ന് അവർക്ക് പറയാമായിരുന്നു. ഭാവിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുക്കാനുള്ള സാധ്യത ഉണ്ടോ? അല്ല, നിലവിൽ അങ്ങനത്തെ സാധ്യതയൊന്നുമില്ല. പിന്നെ ഭാവിയിൽ നമുക്ക് അത്ര ഇതായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇലക്ഷനിൽ നിൽക്കാൻ പണിക്കർ വന്ന് നിൽക്കൂ, നമ്മൾ ഒരു സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. CPM ഒഴികെ ഇവിടുത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുണ്ടോ? BJP കോൺഗ്രസ് വിളിച്ചിട്ടുണ്ട്. ഇപ്പം വ്യക്തിപരമായിട്ടുള്ള ഡിസ്കഷൻസ് ആയതുകൊണ്ട് ഞാൻ ആര് ചോദിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചോദിച്ചിട്ടുണ്ട്, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതൊന്നും ആരും ചോദിച്ചിട്ടില്ല എന്ന് പറയത്തുമില്ല. കാരണം അത് വളരെ വ്യക്തമായിട്ട് എന്റെ അടുത്ത് ചോദിച്ചതാണ്. അപ്പോൾ അത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് രാജ്യസഭയിലേക്ക് വിളിച്ചിട്ടുണ്ടോ? രാജ്യസഭയിലെ അങ്ങനെ ആ രീതിയിലുള്ള ഡിസ്കഷൻസ് അല്ല. പക്ഷെ എൻ്റെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ പല രാഷ്ട്രീയ നേതാക്കന്മാരും വന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഒരാളും വന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു രാജ്യസഭാ സീറ്റ് തരട്ടെ എന്നൊന്നും ഞാൻ ചോദിക്കത്തില്ല. അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. പക്ഷെ നമ്മുടെ താല്പര്യം എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് ഈ ഇലക്ട്രൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഭവം എനിക്ക് ശരിയാകുമെന്നുള്ള ഒരു ചിന്തയില്ലാത്ത ആളാണ്. ബേസിക്കലി അതിനുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല. അത് നമ്മളെ എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അത് നമ്മുടെ ഒരു കഴിവുകേടായിട്ടാണ് പറയുന്നത്. അല്ലാതെ ഞാൻ വേറെന്തോ സംഭവമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനുള്ള ഒരു പ്രയത്നം, അതിന്റെ രീതി, ഇലക്ഷനിയറിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സ്കില്ലാണ്. ആ സ്കില്ലൊന്നും എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് പൊളിറ്റിക്സിൽ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്സ് നമുക്ക് ഇഷ്ടമല്ലാത്തതും പൊളിറ്റീഷ്യൻസ് മോശമാണെന്ന് പറയുന്നതിന്റെ കാരണം നമ്മൾ കണ്ട് നടക്കുന്ന ഒരു ബ്രാൻഡ് ഓഫ് പൊളിറ്റിക്സ് നമുക്ക് സ്വീകാര്യമല്ലാത്തതുകൊണ്ടാണ്. നേരെ മറിച്ച് ക്വാളിറ്റി ആൾക്കാരാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? അല്ലെ, നല്ല ആൾക്കാരാണ് വരുന്നതെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്നതല്ല പണ്ടത്തെ ഈ സ്കൂളിലെ കണക്ക് ഭാഷനെ പോലുള്ള ആൾക്കാരാണ്. കണക്ക് നമുക്ക് ഇഷ്ടമല്ല, കണക്ക് സാർ ഇച്ചിരി ചൂടനാണ്, അതുകൊണ്ട് കണക്കെന്ന് പറയുന്ന സബ്ജക്റ്റ് വെറുത്ത് പോകുന്ന പോലെയാണ് ഇന്ന് ആൾക്കാർ അഭിപ്രായം പറയുന്നത്. നേരെ മറിച്ചിട്ട് നമ്മുടെ മലയാളം പഠിപ്പിക്കുന്ന സാറാണ് നാളെ കണക്ക് പഠിപ്പിക്കുന്ന രീതിയിലേക്ക് ഇക്കാര്യത്തിലേക്ക് കൊണ്ടുവരുന്നെങ്കിലും അപ്പൊ ക്വാളിറ്റി ഉള്ള ആൾക്കാർ രാഷ്ട്രീയത്തിൽ വരികയാണെങ്കിൽ ക്വാളിറ്റിയുള്ള ഒരാളല്ലേ നരേന്ദ്രമോദി? നരേന്ദ്രമോദിക്ക് ക്വാളിറ്റി ഉണ്ട് ഇല്ലെന്ന് ആര് പറഞ്ഞു? നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദിയുടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് കണ്ടിന്യൂസ് മാൻഡേറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരാൻ ഉള്ള ഒരു പോസിബിലിറ്റി ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഈ സമയത്ത് നമ്മൾ ഇറങ്ങിയിരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഭാവിയിൽ അങ്ങനെ ചിന്തിച്ചിരിക്കും. പക്ഷേ ആസ് ഓഫ് നൗ എന്റെ റഡാറിൽ അങ്ങനത്തെ ഒരു സംഭവം തീർച്ചയായിട്ടും ഇല്ല. ഈ CPM-കാരെ നിരന്തരം വിമർശിക്കുമ്പോൾ കേട്ടോ, അപ്പുറത്ത് നിൽക്കുന്ന പാർട്ടിക്കാർക്ക് ഇയാൾ കൊള്ളാം, ഇയാൾ നമ്മളെ പാർട്ടിയിൽ കിട്ടിയാൽ കൊള്ളായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് സമീപിച്ചിട്ടുണ്ടോ? പാർട്ടി ചേരാനായിട്ടൊക്കെ വിളിച്ചിരിക്കുന്ന പല പാർട്ടിക്കാരാണ്. ഞാൻ പ്രധാനപ്പെട്ട പാർട്ടികൾ മാത്രമല്ല, ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു പാർട്ടി പോലും ആ പാർട്ടിയുടെ പേര് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ പഴയ ഒരു MLA ആ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഇത് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹത്തിന് ഒരു പാർട്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ തന്നെ ക്ഷണിച്ചിട്ടുള്ളതാണ്. അത് തെറ്റൊന്നുമല്ല. അവർക്ക് അവരുടെ ആശയത്തിന് വേണ്ടിയിട്ട് അവർക്ക് ചോദിക്കും. ഞാൻ പാർട്ടിയിലേക്കില്ല അല്ല, ഞാൻ ആ സമയത്ത് പറഞ്ഞു എൻ്റെ പരിഗണനയിൽ നിലവിലതില്ല, താങ്ക് യു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയില്ല. ശരി, ഇതിൽ നമുക്കൊരു സെഗ്മെന്റിലോട്ട് കിടക്കാം. അതായത് CPM-കാരെ കുറിച്ചാണല്ലോ ചോദ്യം. ഞാനൊരു 10 CPM ആൾക്കാരുടെ പേര് പറയും. എപ്പോഴും CPM-കാരെ വിമർശിക്കുന്നില്ല, അവർക്ക് ബുദ്ധിമുട്ടാകും. ശ്രീജിത് പണിക്കർ എപ്പോഴും ഞങ്ങളെ ട്രോളുന്നു, എപ്പോഴും ഞങ്ങളെ വിമർശിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ ഇട്ടിട്ട് അദ്ദേഹത്തെ അല്ല പറയുന്നതെങ്കിൽ പോലും പോസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചേട്ടാ ഇങ്ങനെ ഒരു വിഷയം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാവും. പക്ഷെ അങ്ങനെ അല്ലേന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. ഇതൊക്കെ അവർക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു 10 പേരുടെ പേര് പറയാം. ഈ 10 പേരെ കുറിച്ച് മോശം പറയും. ഒരു 3 നല്ല കാര്യം. 3 എണ്ണം വേണം. ചിലപ്പോൾ ഒരെണ്ണമൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഒരു 3 എണ്ണം വേണം. ഒരു 3 നല്ല കാര്യങ്ങൾ ശ്രീജിത് പണിക്കർ പറയണം. ആദ്യം തന്നെ ഞാൻ ചോദിക്കാൻ പോകുന്ന പേര് വളരെ സദ്ഗുണ സമ്പന്നനായിട്ടുള്ള PM മാർഷോ. PM മാർഷോയുടെ 3 നല്ല കാര്യങ്ങൾ. സങ്കോചമില്ലായ്മ. എന്ത് ചെയ്യാനാണ്? അല്ല, എന്തിനും സങ്കോചമില്ല, നല്ല കാര്യമാണ്. തന്റെ ഇടം എന്നൊക്കെ പറയുന്ന ഒരു സാധനത്തിന്റെ മറ്റൊരു വേർഷനാണ്. പക്ഷേ ഗവർണർ തിരിച്ചു പോയാലേ സങ്കോചം ഇല്ലാതിരിക്കും, അത് വേറെ കാര്യമാണ്. അല്ല, അതൊക്കെ പോട്ടെ. സങ്കോചമില്ലായ്മ. സങ്കോചമില്ലായ്മ എന്നുള്ളത് നമുക്ക് കൊളോക്കിയലി വേറെ വാക്കുകളൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ എങ്കിലും സങ്കോചമില്ലായ്മ എന്നൊരു വാക്ക് പറയാം. പിന്നെ അദ്ദേഹത്തിന്റെ വേറൊരു ക്വാളിറ്റി, ശ്രീജിത് പണിക്കർ വിശദീകരിക്കുകയാണ് PM മാർഷോയുടെ ക്വാളിറ്റി. വേറൊരു ക്വാളിറ്റി പോരട്ടെ, 3 എണ്ണം ഉണ്ട്. പെട്ടെന്ന്
ചെയ്യുന്ന കാര്യത്തിനെ പറ്റി യാതൊരു വിധത്തിലുള്ള വീണ്ടും വിചാരവും ഇല്ലാതെ, അതൊരു ക്വാളിറ്റിയാണോ? അല്ലല്ല, ചെയ്യുന്ന കാര്യത്തിനെ പറ്റി യാതൊരു വിധത്തിലുള്ള വീണ്ടും വിചാരവും ഇല്ലാതെ നമ്മൾ പറയുന്ന കാര്യം തെറ്റാണ് എന്ന് പ്രൂവ് ആയതിനു ശേഷവും വീണ്ടും മാധ്യമങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് നിന്നിട്ട് വീണ്ടും അതിനായി അതാ ഞാൻ പറഞ്ഞ മറ്റു പല വാക്കുകൾ ഉപയോഗിക്കാം. പക്ഷേ സങ്കോചമില്ലായ്മ എന്ന് പറയുന്നത് അതും ഒരു ക്വാളിറ്റി അല്ലേ? നിങ്ങളെ കൊണ്ട് പറ്റൂ, എന്നെ കൊണ്ട് പറ്റും. അപ്പൊ ക്വാളിറ്റിയാ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയാ. വേറെ ക്വാളിറ്റീസ് എനിക്ക് ആലോചിച്ചിട്ട് അങ്ങോട്ട് കിട്ടും. കാരണം ഞാൻ ഏത് ചിന്തിച്ചു കഴിഞ്ഞാലും അത് അദ്ദേഹത്തിന് സങ്കോചമില്ലായ്മ എന്നൊരു ക്വാളിറ്റിയിലേക്കാണ് ഞാൻ വരുന്നത്. വേറെ എന്തെങ്കിലും ക്വാളിറ്റി എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇതൊരു ക്വാളിറ്റി ആണെങ്കിൽ, അതായത് നിങ്ങൾ ഒരു എക്സാം എഴുതാതെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു ക്വാളിറ്റി ആണെങ്കിൽ അതൊരു സിദ്ധിയാണ്. ഇതിലും ഭേദം അയാളെ കുറിച്ച് 10 തെറി പറയുന്നതായിരുന്നു മാത്രമേ. അല്ല, വേറെ എനിക്ക് അറിയില്ല. ശരി, അടുത്തത് വളരെ ഗംഭീരമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ജീവിച്ചു പോരുന്ന ചിന്താ ജെറോമിന്റെ ക്വാളിറ്റി വളരെ നല്ല ക്വാളിറ്റികൾ, വളരെ നല്ല ഒരു വ്യക്തിയാണ്. എനിക്ക് വളരെ പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരു സ്ത്രീയാണ്. ഒരു 3 നല്ല ക്വാളിറ്റി നല്ലപോലെ പറയാം. ഒന്ന്, ഈ പറഞ്ഞത് തന്നെ ഞാൻ പറയാം, സങ്കോചമില്ലായ്മ. വീണ്ടും കാരണം നിങ്ങളൊരു വലിയ ആരോപണം നേരിടുന്നു, നിങ്ങളുടെ തീസീസിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു, എന്നിട്ട് നിങ്ങൾ വീണ്ടും വന്നിരിക്കുകയല്ലേ. ഇപ്പൊ ഞാനിപ്പോ ചങ്ങമ്പുഴയുടെ വാഴക്കൊല ഏത്തക്കൊല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സംഭവം എഴുതിയതിനു ശേഷം ഒരു നോട്ടപ്പെട്ടതായിട്ട് കണ്ട് അതിനെ ഒന്ന് വിട്ടാ പോലെ നോക്കുന്ന ആളല്ലേ എഴുതുക, നോട്ടം, ഇതൊക്കെ പല പല കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ അതിനുശേഷം വന്ന് നമ്മൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് വീണ്ടും അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക എന്ന് പറയുന്നതിൽ ഒരു സങ്കോചമില്ലായ്മയുണ്ട്. അതൊരു ക്വാളിറ്റിയാണ്. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരാൻ പറ്റില്ല. നല്ല ക്വാളിറ്റി, അതൊരു നല്ല ക്വാളിറ്റി. 2, നേരത്തെ ഞാൻ ആർഷോയുടെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞു. അതായത് നിങ്ങൾക്ക് പരീക്ഷ എഴുതാതെ തന്നെ ജയിക്കാനുള്ള ഒരു സിദ്ധി ഉണ്ടാവുക, അത് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി അല്ല. നമ്മൾ ഈ തലവര ഭാഗ്യം എന്നൊക്കെ പറഞ്ഞൊരു സംഭവമില്ലേ, അതൊരു ക്വാളിറ്റിയാണ്. ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞൊരു ക്വാളിറ്റിയാണ്. അതേപോലെ ചിന്താ ജെറോമിനും ഉണ്ടായിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള തീസീസുകളിൽ പ്രശ്നമുണ്ട് എങ്കിൽ പോലും ഡോക്ടറേറ്റ് കിട്ടാനുള്ള ഒരു സിദ്ധി, ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പിന്നെ പാർട്ടി പരിചയവും അസാമാന്യമായിട്ടുള്ള ഭാഗ്യവും. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും, ഇപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് താരതമ്യേന ഭാഗ്യമുള്ളത് കൊണ്ടായിരിക്കും മറ്റേതെങ്കിലും രാഷ്ട്രീയം നന്നായി സംസാരിക്കാൻ അറിയുന്ന, നന്നായി വിലയിരുത്താൻ കഴിയുന്ന ആളിനേക്കാൾ എനിക്കൊരു പക്ഷെ അവസരം കിട്ടി. അതേപോലെ ചിന്താ ജെറോമിന് ഈ ചെറിയ പ്രായത്തിൽ തന്നെ സംസ്ഥാന പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരാനായിട്ട് സാധിച്ചു അല്ലേ? എനിക്കൊന്ന് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ തോണ്ടെന്ന് തോന്നും. അപ്പൊ അതൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്വാളിറ്റി അല്ലേ? എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ, ഒരു ക്വാളിറ്റിയാണ്. ശരി, അടുത്തതായിട്ട് നമ്മുടെ താരം പിണറായി വിജയൻ നല്ല ക്വാളിറ്റിയാണ്. ഒന്ന്, വീണ്ടും സങ്കോചമായ പുത്രി വാത്സല്യം, അതൊരു ക്വാളിറ്റിയാണ്. തീർച്ചയായും അതൊരു ക്വാളിറ്റി. കുട്ടികളുള്ള ആൾക്കാർക്കല്ലേ അത് അറിയത്തുള്ളൂ. അതെ, തീർച്ചയായിട്ടും ക്വാളിറ്റിയാണ്. കാരണം ഇതുപോലൊരു അച്ഛനെ കിട്ടാനായിട്ട് ഏത് മകളും കൂടി. തീർച്ചയായിട്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. അതൊരു വലിയ നേട്ടം. കരുണാകരന്റെ പുത്രസ്നേഹത്തിനേക്കാൾ അദ്ദേഹത്തിന്റെ പുത്രി സ്നേഹം എന്ന് പറയുന്നത് ഞാനൊക്കെ എന്റെ അച്ഛനോട് പറയും 2 പഠിക്കാൻ. 2 തന്റെ വലിയ തന്റെ ഇടമാണ്, വലിയ കാണിച്ചാലും. 3 സങ്കോചമില്ലായിരുന്നു. വീണ്ടും നിങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് ഒരാൾ ചാടുന്നു, അവനെ അവിടെ ഹെൽമെറ്റ് വെച്ചിട്ട് ആൾക്കാരെടുത്തിട്ട് അടിക്കുന്നു, നിങ്ങൾ പറയുകയാണ് അത് രക്ഷാപ്രവർത്തനമാണ്. 30 ദിവസം കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ പറയുകയാണ് അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞാൽ സങ്കോചമില്ലായ്മ എല്ലാവരുടെ വാക്ക്. ഈ 3 ക്വാളിറ്റി. അടുത്തത് കുറച്ചുകൂടെ നല്ലൊരു വ്യക്തിയെ തരാം. ഇയാളെ കുറിച്ച് എന്തായാലും 3 ക്വാളിറ്റി പറയാൻ പറ്റും. വളരെ സൗമ്യനാണ്, സരസനാണ്, ശിവൻകുട്ടി. പാർട്ടിയുടെ നല്ലൊരു സംഘാടകനും, ലോക്കലി തന്നെ പാർട്ടി അംഗങ്ങളിൽ, പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ വലിയ നിയന്ത്രണവുമുള്ള, പാർട്ടിക്ക് ചേരുന്ന ഒരു നേതാവ്. ഓക്കെ, അത് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയാണ്. ധനുഷ് തിരുവനന്തപുരത്തുള്ളത് കൊണ്ട് ധനുഷ് അറിയാം, അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയാണ്. 2, തനിക്കെതിരെ എന്തൊക്കെ നെഗറ്റീവുകൾ ഉണ്ടെങ്കിലും ആ നെഗറ്റീവുകൾ തന്റെ കോർ വോട്ടർ ബേസിലേക്കോ പ്രവർത്തകരിലേക്കോ ബാധിക്കാതിരിക്കാൻ തക്ക രീതിയിലുള്ള എന്തോ ഒരു ഗുണം. ആ ഗുണത്തിന് പേരെന്താണെന്ന് എനിക്കറിയില്ല. ടാങ്ക് പോലെ ഉറച്ചു നിൽക്കുന്നു, അത് അദ്ദേഹത്തിനുണ്ട്. 3 സങ്കോചമില്ലായ്മ. നിങ്ങൾ നിങ്ങൾ വായിക്കുന്ന കാര്യങ്ങളിൽ പലരും പിശക് വരും. നിങ്ങൾ റിസൾട്ട് പറയുന്ന സമയത്ത് തെറ്റ് വരും. നിങ്ങൾ ഇത്ര സ്റ്റേറ്റ് രസമായിട്ട് അദ്ദേഹം നിയമസഭയിൽ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഷോർട്ട് പുട്ട്, അതൊക്കെ എല്ലാവർക്കും അറിയത്തില്ലേ? ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ
പിന്നെ കേരളത്തിൽ എത്ര സംസ്ഥാനം അല്ല ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളിരുന്ന് പറയുന്നത് വായിച്ച് തെറ്റുന്നു. പക്ഷെ വീണ്ടും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾ ആൾക്കാരെ ഫേസ് ചെയ്യണം. അദ്ദേഹത്തിന് ഉണ്ടാവാത്തത് കൊണ്ടല്ല, അദ്ദേഹത്തിന് താൻ പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അല്ലല്ല, അതൊക്കെ അതൊരു നല്ല ക്വാളിറ്റി അല്ലേ? അല്ല, അതൊക്കെ കഷ്ടമുണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഉള്ളത് കാരണം എനിക്ക് തോന്നുന്നില്ല. ഈ അടുത്തിടെ തന്നെ ആലോചിച്ച് നോക്ക്, അദ്ദേഹത്തിന്റെ ഒരു പിന്നെ പണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ സംഖ്യകളൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തെറ്റിപ്പോയതല്ല. എന്നിട്ടും തെറ്റി എന്ന വ്യാജേന ചില ആൾക്കാർ വ്യാജമായിട്ട് നിർമ്മിച്ചൊക്കെ ഇറക്കിയ സമയത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ ചുമ്മാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് നല്ലൊരു ക്വാളിറ്റിയാണ്. ഈ സങ്കോചം നല്ലൊരു ക്വാളിറ്റിയാണ്, മോശമല്ലോ. എംപി രാജേഷിനൊരു ഭാഷയിലൊരു മിതത്വം പൊതുവെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആളൊരു പ്രസന്റബിൾ ആണ്, ഒരു നോ നോൺസെൻസ് പ്രസന്റബിൾ ആളാണ്. നോൺസെൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് പാർട്ടി നിലപാട് പറയുന്ന സമയത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഒരാളിനെ പറ്റി പറയുന്ന സമയത്ത് ഓക്കെ, ആരാണ് നിങ്ങൾ പറഞ്ഞത്, വുഡ് യു വാണ്ട് ടു ബി റെപ്രസെന്റഡ് ബൈ ഷംസീർ ഓർ സജീഷ് ഓർ രാജേഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഓക്കെ രാജ് എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രസന്റബിൾ ആണ്. പിന്നെ മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കുറച്ചൊക്കെ മെച്യൂരിറ്റി അദ്ദേഹത്തിന് ഉണ്ട്. അതെനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മെച്യൂറാണ്. അത് പണ്ട് പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയയിലെ സംഭവമൊക്കെ നടക്കുന്ന സമയത്ത് ആ ഒരു മെച്യൂരിറ്റി ഒന്നും കാണിച്ചിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് പൊതുവെ കുറച്ചൊരു ഇരുത്തം വന്ന എന്നൊക്കെ നമ്മൾ പറയാവുന്ന രീതിയിലത്തേക്ക് പല കാര്യങ്ങളിലും നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഒരാളാണ്. ഇനി സങ്കോചമില്ല, മൂന്നും പോസിറ്റീവാണ്. ഇനി സങ്കോചമില്ലാന്ന് പറയുന്നത് ഇ പി ജയരാജൻ. ഒന്ന് സങ്കോചമില്ല, രണ്ട് ശുദ്ധൻ കറക്റ്റാണ്, രണ്ട് ശുദ്ധൻ, മൂന്ന് സാധു ശുദ്ധൻ അല്ല, ശുദ്ധൻ ദുഷ്ടന്റെ ബലം ചെയ്യും. സാധു അങ്ങനെയാണോന്നില്ല. അദ്ദേഹം ഒരു ഉള്ളതിൽ താരതമ്യേന ഒരു സാധു എന്ന് ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന് ഒരു CPM-കാരന്റെ കടുംപിടുത്തം എന്ന് പറയുന്ന കാര്യം കുറവാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് കാണുമ്പോഴും അദ്ദേഹത്തിന്റെ രീതി കാണുന്ന സമയത്തും അദ്ദേഹത്തിന്റെ സംസാര ശൈലി കാണുന്ന സമയത്തും പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്. പക്ഷെ അങ്ങനെ അത്തരം മനുഷ്യനല്ല കേട്ടോ, നല്ലൊരു മനുഷ്യനാണ്. ഓക്കെ, ഇനി നമ്മുടെ ശാസ്ത്രജ്ഞൻ തോമസ് ഐസക്. ശാസ്ത്രജ്ഞനെന്നും പറയരുത്, സങ്കോചമില്ലായ്മയൊന്നും പറയത്തില്ല. ഒന്ന് അതട്ടെ, എന്തോരം നല്ല ക്വാളിറ്റി, ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ കാര്യങ്ങളെ വിശദീകരിക്കാൻ കഴിവുള്ള ആൾ. അതൊരു വിശദീകരണമാണോ? അതൊരു ക്വാളിറ്റി ആയിക്കോട്ടെ, അതൊരു ക്വാളിറ്റി ആയിക്കോട്ടെ. കാരണം അത് പലർക്കും ഇപ്പോഴും ഇങ്ങനെ ആയിരിക്കും അല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അദ്ദേഹത്തിനോട് കിഫ്ബിയെ പറ്റി പറഞ്ഞ ഔട്ട് ഓഫ് പിന്നെ ബജറ്റ് ബോറോയിങ് എന്ന് പറയുന്ന സാധനം സ്റ്റേറ്റിന് പറ്റുമോ എന്ന് ചോദിച്ചാൽ, നോട്ട് നിങ്ങൾക്ക് അടിച്ചിറക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ന്യായീകരണമുണ്ട്. ആ ന്യായീകരണം പറയുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് ആൾക്കാർ എന്താ ചിന്തിക്കുക, ഇത് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ബിയോണ്ട് എ പോയിന്റ് ആൾക്കാർ ശരിയായിരിക്കും എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും അത് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയാണ്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അടുത്ത ആള് ശരി, നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ്. ഓക്കെ, ഒന്ന് ശ്രീ തോമസ് ഐസക്കിന് സെക്കൻഡ് വെള്ളി മെഡലേ ഉള്ളൂ, ഞാനത് സ്വർണം കൊടുക്കുന്നത് രാജീവിനാണ്. രാജീവ് ഒരു നമ്മൾ ഈ കാണുന്ന ഒരു കാൽപ്പനിക രാഷ്ട്രീയക്കാരൻ, കാൽപ്പനിക കമ്മ്യൂണിസ്റ്റ്, അവര് സംസാരിക്കുന്ന രീതിയിലത്തേക്ക് സംസാരിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്നേ പറയുള്ളൂ, ക്വാളിറ്റി എന്നൊന്നും അല്ല ഞാൻ അതിനെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. രണ്ടാമത് അദ്ദേഹത്തിന് പാർട്ടി സംഘടനാ സംവിധാനത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം, അത് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയാണ്. മൂന്നാമത് അങ്ങനെ ഒരു ക്വാളിറ്റി ആയിട്ട് പറയാനായിട്ടുള്ള എന്തെങ്കിലും ഗംഭീരമായിട്ടുള്ള വ്യവസായ മന്ത്രി അങ്ങനെയൊന്നുമില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. മൂന്നാമത് ക്വാളിറ്റി ഇല്ല, വേറെ തോന്നിയിട്ടില്ല. ഇവർക്ക് എല്ലാവർക്കും ഉള്ള വേറെ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട് കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ അല്ലല്ലോ ഇവരൊക്കെ അവിടെ ആ സ്ഥലത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ തന്നെ നല്ല പ്രസംഗകരായിരിക്കാം, ഇവര് നല്ല രീതിയിൽ ആശയങ്ങൾ അവരുടെ ശരിയെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ഒരാളെ കുറിച്ച് ഞാൻ പറയാം, സന്ദീപ് ആനന്ദഗിരിയുടെ ക്വാളിറ്റിയോ? മൂന്ന് ക്വാളിറ്റി. വിളക്ക് കത്തിക്കുന്ന ആളാണ്,
വളരെ ഭക്തിയുള്ള ഉം. മനുഷ്യൻ. ഭക്തി in the sense- എന്തിനോടാ? ഭക്തി in the sense- പാർട്ടിയോടാണോ, പിണറായിയോടാണോ, ദൈവത്തിനോടാണോ? അല്ല, അദ്ദേഹം വിളക്ക് കൊളുത്തും, വഴക്ക് കൊടുത്തു. ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. മനുഷ്യനാണ്. അത് നമുക്കറിയാവുന്നതാണ് എല്ലാവർക്കും. നിങ്ങൾ ചിരിക്കുന്നു. ഒന്നല്ല, കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. ശരിയാണ്. ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഒരു വലിയ രണ്ടാമത്തെ, ഒരു സന്യാസിയാണെങ്കിൽ പോലും അതിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു സന്യാസിക്കും ഒരു ഹോം സ്റ്റേ നടത്താം എന്നുള്ള ഒരു തെളിയിച്ച ഒരു വ്യക്തിയില്ല. അതൊരു ക്വാളിറ്റി അല്ലേ? സന്യാസി ഹോം സ്റ്റേ ആണല്ലേ വേണ്ടേ? ആ, സന്യാസി കാട്ടിൽ പോയി താമസിക്കുക, കാടിനെ വീടാക്കുക, കാടിനെ വീടാക്കാം. അത് ഹോം സ്റ്റേ. അതെ 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 അതെ. നിങ്ങൾക്ക് കാട്ടിൽ വരെ പോകേണ്ട ആവശ്യമുണ്ടോ? അതെ അതെ. അപ്പോൾ ഹോം സ്റ്റേ നടത്തുക എന്ന് പറയുന്നത് പോലും ഒരു ക്വാളിറ്റിയാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തെറ്റായ രീതിയിൽ കാണരുത്. മൂന്നാമത്തേത്, ക്വാളിറ്റികൾ ഇങ്ങനെ ജഗതി പറയും പോലെ കാണ്ടമായിട്ട് കിടക്കില്ല. അതാണ് ഇത്ര ആലോചന. ഗിരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി. അതെനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന് ചില വട്ടപ്പേരുകളൊക്കെ ആൾക്കാർ വിളിക്കുന്ന സമയത്ത് അത് കുഴപ്പമില്ല, വിളിച്ചു ശാന്തനാണ് എന്ന് പറയാറുണ്ട്. വളരെ സൗമ്യം. നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ മറ്റേ ഒരു പഴയ സിനിമയുണ്ട്, ശിപായി ലഹളയാണ് തോന്നുന്നു. അതിൽ മുകേഷിനെ ബ്രിട്ടോളി. അപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്ന ഒരു സീനിൽ ഈ ബസ് സ്റ്റോപ്പിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയത്ത് ആൾക്കാർ ബ്രിട്ടോളി. അപ്പോൾ ഇദ്ദേഹം അവിടെ നിന്നിട്ട് അവരുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് പറയും, അതേടാ, ബ്രിട്ടോളി കമ്പനി എൻ്റെ സ്വന്തമാണ്, ഞാൻ അവിടെ ജോലി ചെയ്യുന്നതാണ്, എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് തിരിച്ചു വീണ്ടും പോകുമ്പോൾ ബ്രിട്ടോളി ബ്രിട്ടോളി നിന്റെ തന്തയാണ്. പക്ഷേ അങ്ങനെയല്ല. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പല ആൾക്കാരും പല വട്ടപ്പേരുകളും ഒക്കെ പറയാറുണ്ട്. പക്ഷെ അദ്ദേഹമൊക്കെ ചർച്ചകളിലൊക്കെ പറയാറുണ്ട്, നമ്മളെ എന്ത് വേണേലും വിളിച്ചു, നമുക്ക് പ്രശ്നമല്ല എന്നൊക്കെ പറയാം. നല്ല ക്വാളിറ്റിയാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഡോക്ടർ ആർ ബിന്ദു. സങ്കോചമില്ലായ്മയിൽ പറയില്ല കേട്ടോ, കാരണം അതൊരു ഡോക്ടർ ആർ ബിന്ദുവിന്റെ ക്വാളിറ്റീസ്. ആർ ബിന്ദുവിനെ പറ്റി പറയുമ്പോൾ മറ്റുള്ള ആൾക്കാരെ പറയുന്നത് പോലെ പറയാൻ പറ്റില്ല. കാരണം അവർ വഹിക്കുന്ന പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം പോലുമല്ല, ഉന്നത വിദ്യാഭ്യാസം. പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കുറേയധികം കാര്യത്താൽ ഇത് സെറ്റാണ് അല്ലേ? അതിൻ്റെ രീതിയിൽ പോകും. അവിടെ ശിവൻകുട്ടി ഇരുന്നാലും മറ്റൊരാളിരുന്നാലും ആരിരുന്നാലും അതിനൊരു രീതിയുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡയറക്ഷൻസും ഫോക്കസും വേണ്ടത് ഉന്നത വിദ്യാഭ്യാസത്തിനാണ്. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങളെല്ലാം. അപ്പൊ അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതിന് ചേരുന്ന ക്വാളിറ്റി ഉണ്ടാവും. ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് അതൊരു ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും തോന്നിയിട്ടില്ല, എനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.